അച്ഛനെ സ്കൂളിൽ കൊണ്ടാക്കി, ഏട്ടനെ ജോലിക്കും പറഞ്ഞയച്ചു. പിന്നെ ഞാനും അമ്മും കൂടി ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. അമ്മുൻ്റെ കണ്ണിനൊരു ഒരു പോളക്കുരു. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ സ്കൂളിൽ പോകണം ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ വേഗം ഒന്ന് വരാമെന്ന് വെച്ചാൽ വരുന്ന വഴിക്കാണെങ്കിൽ ഫയർഫോഴ്സിന് വണ്ടി ആൾക്കാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സംഭവം ഇതാണ്, വലിയ മരം ഇന്നലത്തെ മഴയിൽ കടപുഴകി വീണിരിക്കുന്നു. അപ്പോൾ അത് റെഡിയാക്കാൻ വേണ്ടി ഇവരൊക്കെ വന്നത് കേട്ടോ. അപ്പോൾ അമ്മുനെയാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് യൂണിഫോം ഇട്ടിട്ടാണ് വന്നത്. കാരണം ഇത് കഴിഞ്ഞ് സ്കൂൾ കൊണ്ടുപോകണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്ന് ക്യൂവിൽ നോക്കുമ്പോഴാണെങ്കിൽ നല്ല ക്യൂ ഉണ്ട്, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്കൂളിൽ പോയാലൊന്നും നടക്കൂലേ, നേരെ വൈകി പോകുമെന്ന് ചിന്തിച്ചു. എന്നാലും പെട്ടെന്ന് തന്നെ നടന്നിട്ടുണ്ട്. ഇത് അനന്തപുരം നമ്മുടെ ഹെൽത്ത് സെൻ്ററാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ കാണിച്ച് കണ്ണിൽ വെക്കാനുള്ളൊരു മരുന്നൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ സ്കൂളിലേക്ക് കൊണ്ടാക്കിയിട്ടുണ്ട്, വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ചെമ്മീൻ കിട്ടിയപ്പോൾ അത് നന്നാക്കി, ചെമ്മീൻ നന്നാക്കി കിള്ളി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ചക്കക്കുരുണ്ട്. അപ്പോൾ വിചാരിച്ച് ചെമ്മീനും ചക്കക്കുരും കണ്ടപ്പോൾ ഇതിനകത്ത് കുറച്ച് മുരിങ്ങക്കോലും കൂടി ഇട്ടിട്ടൊരു കറി ഉണ്ടാക്കാമെന്ന്. ഇത് ഞാൻ ആസിഫ് അലിയുടെ ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ കണ്ടതാണ്. പക്ഷേ എനിക്കത് എന്താ പറയുക, വേണ്ടായിരുന്നു എന്ന് തോന്നി. കാരണം ഞാൻ എൻ്റെ ചെമ്മീൻ വെറുതെ ഒന്നുകിൽ കറി വെച്ചിട്ടല്ലേ പൊരിച്ചിട്ട് കഴിച്ചാലെങ്കിലും മതിയായിരുന്നു. ഇതിങ്ങനെ ഞാൻ കറി വെച്ചിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഇത് ഞാൻ കറി വെച്ചാൽ കുഴപ്പമാണോ അല്ല ഇനിയിപ്പോൾ ഈ കറീൻ്റെ ടേസ്റ്റ് ഇങ്ങനെ തന്നെയാണെന്ന് വെച്ചാൽ അതെനിക്കറിയില്ല കേട്ടോ. ഇതുപോലെ ചക്കക്കുരു മുരിങ്ങക്കോലെല്ലാം ഇങ്ങനെ മുറിച്ചിട്ട് ഉപ്പും മഞ്ഞളിട്ട് നല്ലോണം ഒന്ന് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ നമ്മുടെ ഇതൊരു വിധം ഒന്ന് പാകമായപ്പോൾ നമ്മുടെ ചെമ്മീനും കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ട് അതും ഇതിനകത്ത് ഇട്ടിട്ട് ഉപ്പും മഞ്ഞളെല്ലാം ഇട്ടിട്ട് വേവിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മൾ പച്ചക്കറിയൊക്കെ പോലെ തേങ്ങ അരച്ചിട്ടാണ് വെച്ചത്. സത്യം പറയാലോ, ഒന്നിനും കൊള്ളില്ലായിരുന്നു. ഇതിനേക്കാൾ നല്ലത് എനിക്ക് ശരിക്കും ആ ചെമ്മീന് വറുത്ത് തിന്നുന്നതായിരുന്നു. സത്യം പറയാം, എൻ്റെ ഹോണസ്റ്റ് ആയിട്ടുള്ള അഭിപ്രായമാണ് കേട്ടോ. എന്നിട്ട് എന്തായാലും ഇങ്ങനെ വെച്ചല്ലോ, അപ്പം നമുക്ക് തിന്നല്ലേ പറ്റുള്ളൂ. സാധാരണ ഒരു മുരിങ്ങക്കോലും ചെമ്മീനും കറി വെച്ച ഒരു ടേസ്റ്റ് മാത്രം ഉണ്ടാവില്ല. അതിൽ ചെമ്മീൻ എവിടുന്ന് അങ്ങനെ കിട്ടുന്നുണ്ടല്ലേ, ഈ കറിയിൽ ചെമ്മീൻ ഇട്ടത് കൊണ്ട് നമുക്കത് ഇത് ചെമ്മീൻ കറിയാണ്, ഇതിനകത്ത് ചെമ്മീൻ ഉണ്ട് എന്ന് മനസ്സിലാക്കാം, അത്രേ ഉള്ളൂ. ഒന്നിനും കൊള്ളാത്ത കറി. ഇത് നിങ്ങൾ ആരെയും കഴിച്ചിട്ടുണ്ട് ഇതുപോലെ വെച്ചിട്ട്? നിങ്ങളുടെ അഭിപ്രായം പറയണേ. ഇങ്ങനെ തന്നെയാണോ വെക്കാന്ന് എനിക്കറിയില്ല. തേങ്ങ അടിച്ച് നമ്മൾ സാധാരണ വെക്കുന്നത് പോലെ. എന്തായാലും പൊട്ടക്കറിയായിരുന്നു കേട്ടോ. ഉണ്ടാക്കിയതിപ്പോൾ കളയാൻ പറ്റില്ലല്ലോ, അപ്പോൾ കഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മോൻ വന്നിട്ടുണ്ട്. ഏട്ടനെല്ലാം നേരത്തെ എത്തിയിട്ടുണ്ട്. മഴയാണ്, അപ്പം കറണ്ട് ഇല്ല എന്നിട്ട് പണി സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വിളക്കൊക്കെ വെച്ചു. നമ്മുടെ സന്ധ്യാസമയം രാവിലെ നമ്മൾ വിളക്ക് വെക്കല്ലോ. അതെല്ലാം കഴിഞ്ഞാൽ നമുക്ക് രാത്രി കുറച്ച് പണിയുണ്ടല്ലോ, മക്കളെ പഠിപ്പിക്കണം, അങ്ങനത്തെ പണികളെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് 2-3 മീനുണ്ടായിരുന്നു മുമ്പ് കിട്ടിയത്. അപ്പോൾ അതൊക്കെ വറുത്ത് വെച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം ഒരു സന്ധ്യാസമയം നല്ലൊരു രാത്രിയായി വരുന്നുണ്ട്. ആ സമയമാകുമ്പോഴത്തേക്ക് പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നു കേട്ടോ. കാരണം മോൾക്ക് വയറുവേദന പറ്റിപ്പോയത്. പക്ഷേ കുഴപ്പമുണ്ടായിട്ടില്ല, ഗ്യാസിൻ്റെ മരുന്നൊക്കെ തന്നു, അതുകൊണ്ടുള്ള പ്രശ്നമാണ്. പിന്നെ രാത്രി ഞങ്ങൾ കിടന്നു തുടങ്ങിയത് അടുത്ത ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ യൂണിഫോം ഒക്കെ ഇസ്തിരി ഇട്ടിട്ട് പതിവ് പോലെ സ്കൂളിൽ പോകണമല്ലോ രണ്ടാൾക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മോനെ യൂണിഫോമൊക്കെ ഇസ്തിരി ഇട്ട് അവനെ പറഞ്ഞയക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ രാവിലെ മഴ, ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ്. ഇതിപ്പം ഞാൻ വീഡിയോ എടുത്തതിൻ്റെ ദിവസം, അതായത് ഇന്നലെ തുടങ്ങി അടുത്ത ദിവസം ഉച്ച വരെയൊക്കെ മഴ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല മഴയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് മോനെ ഭക്ഷണമൊക്കെ കൊടുത്ത്, എല്ലാവരെയും ഭക്ഷണം കൊടുത്ത് ഏട്ടൻ പോകാൻ നിൽക്കുന്നുണ്ട്. മോനെ ഞാൻ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അവൻ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട്. ബസ് വരുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ തന്നെയാണല്ലോ കയറി പോകാറുള്ളത്. അത് കഴിഞ്ഞ് എല്ലാവരും പറഞ്ഞ ശേഷം 2-3 സോയാബീൻ ഉണ്ടായപ്പോൾ ഞാനത് വറുത്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ എണ്ണ ചട്ടിയിൽ ഒഴിച്ചിട്ട് ഞാൻ പോയി എൻ്റെ പാട്ടിന്. പിന്നെ വന്ന് നോക്കുമ്പോൾ കാണുന്നതാണ് ആകെ പുകമയം, വീട്ടിനുള്ളിൽ വൃത്തികെട്ട നാറ്റം നല്ല പുക കൊണ്ട് ശ്വാസം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. ചട്ടിയിലാണെങ്കിൽ ശരിക്കും ഞാൻ കുറച്ച് എൻ്റെ കൈയിട്ട് നോക്കുമ്പോൾ ശരിക്കും എന്താ പറയുകയെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് പോലെ ഇങ്ങനെ ഉരുകി കിടക്കുക കിടക്കുക, ഇങ്ങനെ എന്തോ പോലെ ഓയിൽ മുഴുവൻ പ്ലാസ്റ്റിക്കിൻ്റെ അംശം പോലെ എനിക്ക് തോന്നിയിട്ടാ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ചുമ്മാ ഒരു പുഴുവിനെ കാണിച്ചു എന്നുള്ളൂ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനൊരു ഉറക്കം കഴിഞ്ഞ് വൈകുന്നേരം എഴുന്നേറ്റ് മക്കളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല, നല്ല തലവേദന ഉണ്ട്, നല്ലോണം കിടന്നുണ്ടായി അവർക്ക് ഭക്ഷണം കൊടുത്തിട്ട്. പിന്നെ വെച്ചാൽ വൈകുന്നേരം ഏട്ടൻ വരുമ്പോൾ കാണിച്ചാണ് കൂരിയും പരലും ഈ മീനുകളൊക്കെ തോട്ടുന്ന് അവിടുന്ന് ഇവിടുന്ന് ആരോ വലയിട്ട് പിടിച്ച് കാണുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഏട്ടൻ വാങ്ങിയെന്നുള്ളൂ. പിന്നെ ഇതായത് കൂരി എന്ന് പറഞ്ഞ മീൻ എന്നൊക്കെ ഏട്ടാ പറഞ്ഞ് എനിക്ക് കാണിച്ചിരുന്നത്. പിന്നെ ഇത് മുറിച്ച് കറി വെച്ച് നന്നാക്കിയിട്ട് വേണം നമുക്ക് ഇന്നത്തെ ദിവസത്തെ ഈ കാര്യം. പക്ഷെ രാത്രി കറി വെച്ചാൽ പിറ്റേ ദിവസം ഉച്ച വരെയൊക്കെ ഉണ്ടാവും കേട്ടോ കറി. അപ്പോൾ ആളെന്നെ എനിക്ക് നന്നാക്കി തരുന്നത്. മീനൊക്കെ കൊണ്ടുവന്ന ആൾ തന്നെയാണ് അധികം നന്നാക്കുക, മാക്സിമം ആൾ തന്നെയാണ് നന്നാക്കുക കേട്ടോ. പണി കഴിഞ്ഞ് വരുന്നതിനെക്കാട്ടി മുന്നേ കുളിക്കുന്നതിന് മുന്നേ എനിക്ക് നന്നാക്കി തരാം. അപ്പോഴത്തേക്ക് എനിക്ക് കറിയാക്കാമല്ലോ. ഞാനാണ് ഉരുളക്കിഴങ്ങിൻ്റെ വറുത്തരച്ച കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ കാണിച്ചാണ് ആ മീനിൻ്റെ മുട്ട ഒരുമാതിരി കറുത്തിരിക്കുന്നുണ്ടായിരുന്നു, എന്തോ പോലെ ഉണ്ടായി കാണും, പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് മീൻ. ഈ മീൻ വറുത്തിട്ട് കൊള്ളാം, പക്ഷേ കറി വെച്ചിട്ട് വലിയ ടേസ്റ്റ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഇതിങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണോ അതിൻ്റെ ടേസ്റ്റ്? ഒരു പ്രത്യേക ടേസ്റ്റാണോ? കടൽ മീൻ പോലെ എല്ലാം തോന്നില്ല. അറിയുന്നവരൊന്ന് കമൻറ്റിൽ പറഞ്ഞോളൂ കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ആ മീനിൻ്റെ മുട്ട ഞാൻ പറഞ്ഞത്, എന്തോ ഒരു വല്ലാത്തൊരു മുട്ട, കാണുമ്പോൾ എന്തോ പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് കഴുകി വരുമ്പോഴൊക്കെ എനിക്ക് എന്തോ പോലെ ആയിരുന്നു. പക്ഷേങ്കിൽ അവസാനം ഞാനത് ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടി ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് ഇതുപോലെ വേറെ ഒന്നും ചേർത്തില്ല, വെറുതെ ഒന്നിങ്ങനെ എണ്ണയിൽ ഇങ്ങനെ വറുത്ത് ഒന്നിങ്ങനെ ഫ്രൈ ആക്കി എടുത്തിട്ടാണ്. അപ്പോൾ കണ്ടില്ല ഇങ്ങനെ എണ്ണ ഇങ്ങനെ പൊട്ടുന്ന കണ്ട, എണ്ണയിൽ ഇങ്ങനെ കിടന്ന് പൊട്ടുന്നുണ്ട്. അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ, ഇങ്ങനെ തുള്ളി കളിക്കുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഞാൻ പറഞ്ഞാൽ കുരുമുളക് പൊടി ഉപ്പും മാത്രമേ ഞാൻ അതിനകത്ത് ഇട്ടിട്ടുള്ളൂ കേട്ടോ. അത്ര മതി, അതിൻ്റെതായ ടേസ്റ്റ് അത് കിട്ടും. നമ്മൾ കുറേ മസാല വാരിയിട്ടാൽ പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് കിട്ടില്ലല്ലോ. എന്നിട്ട് നല്ല ചൂടാകുമ്പോൾ ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട്. ശരിക്കും നമ്മളെ മുട്ട നമ്മുടെ
കോഴിയുടെ മുട്ട ഒക്കെ ആക്കുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു വരില്ലേ, അതുപോലെ. അപ്പോൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് വറുത്തരച്ച കറിയും ആ ഒരു മീൻ വറുത്തതും പിന്നെ നമ്മുടെ മുട്ട, ഇതായിരുന്നു ഇന്ന് രാത്രിത്തെ ഭക്ഷണം. പിന്നെ ഞങ്ങളൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു, എല്ലാവരും താഴെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ വയ്യായിരുന്നു, 2 ദിവസമായി നല്ല തലവേദനയും വയറുവേദനയൊക്കെ ഉണ്ടായിരുന്നേ. ഒരു കോലം പോലെ ഉണ്ട്. പിന്നെ വീട്ടിൽ നിന്ന് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ എല്ലാവരും. പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു, ഇഷ്ടമായി. ഏട്ടനോട് പറയായിരുന്നു കറി കുഴപ്പമില്ല എന്ന് പറയായിരുന്നു. മീൻ കറി അടുത്ത ദിവസമായിരുന്നു ഞാൻ വെച്ചത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പണിയിൽ കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ആള് മൈലാഞ്ചി കൊണ്ട് അനു എന്നും പറഞ്ഞ് എഴുതിയുണ്ട് കയ്യിൽ, വെറുതെ രസത്തിന് അങ്ങനെ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കും.